ഞാനൊരാളെ കാണിക്കട്ടെ. എൻ്റെ സ്വന്തം ഏകപുത്രനാണത്. ഇന്ന് പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നാണ് ആള്. ഷോൺ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ. ഷോണിന് പാല ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ 2-3 സുഹൃത്തുക്കളുണ്ട് ഷോണിന്. അവരൊക്കെ കാണാൻ വേണ്ടി വന്നത്. ഇന്നലെ വന്നാണ് പാർട്ടി, ഇന്ന് പോകും. താങ്ക് യു ഷോൺ ഫോർ കമ്മിങ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഷോൺ സോളോ വായിക്കും അല്ലേ? താങ്ക് യു പറ. ഷോണിന്റെ കൂടെ ഷോണിന്റെ അമ്മയുണ്ട്, അവർ പുറകിലിരിക്കുകയാണ്. അപ്പോ പ്രവിധാനോ അച്ഛൻ കണ്ടം വഴി ഓടിയോ? അച്ഛനില്ല. സാരമില്ല, അച്ഛനില്ലെങ്കിൽ നമുക്ക് അമ്മനെ വിളിക്കാം. ഈ അണ്ണനെ വിളിച്ച പ്രശ്നമാണ്. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള അണ്ണനാണ് ഇതിരിക്കുന്നത്. ഇവിടെ ആരെ വിളിക്കാം? നമ്മുടെ കന്യാസ്ത്രീ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ പോയോ? ആ ബ്രാൻഡിന്റെ പേരൊന്ന് പറയോ? അതാ ഇവിടെ മുമ്പിൽ നിൽക്കുന്ന സഹോദരി ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. ആരവിടെ സത്യസന്ധമായി സത്യം മാത്രം പറയാനാണ്? സത്യവാൻ നീണ്ടു വേണം. സത്യം പറയുന്നവൻ ഗേറ്റി അടി വന്നു. വാ. ഈ തിരുനാളിന്റെ ഈ തരുനാളിന്റെ പേരിന്റെ യാതൊരു ബന്ധമില്ലാത്തവരാണ് വരുന്നത്. ആ ഇവൻ സത്യം മാത്രം. എന്റെ പോലും എന്ത് പിടുത്തമാണ് ഇത്. ഓക്കെ, നിന്റെ പേരെന്താ? ടിജോ. കറക്റ്റാ. അപ്പൊ ടിജോ ഒരിക്കലും നുണ പറയാറില്ല. ഇതാരാ? ടിജു ബിജു ഇതൊക്കെ എത്ര നമ്മുടെ ബിജുവിന്റെ കൈ. അച്ഛൻ എന്നെ കണ്ട എന്നെ തെറി പറഞ്ഞു. ആണോ? താങ്ക് യു. നിങ്ങളാണ് ഇവിടുത്തെ ഇന്നത്തെ താരമായി മാറിക്കൊണ്ടിരിക്കുക. എല്ലാവരും കൈ കൊണ്ടിരിക്കുക ബിജുവേട്ടനെ. അപ്പോ ടിജു ഇവിടെ ഉണ്ട്. ബാക്കി ടിജു കേട്ടോ, ലെഫ്റ്റ് സൈഡ് പാടാൻ റെഡിയാണ്. ഫിനാലെ റൈറ്റ് സൈഡ് പാടാൻ റെഡിയാണ് കേട്ടോ. അപ്പോ ഇന്ന് സെന്റ് അഗസ്റ്റിൻ ഫൊറോന പള്ളിയുടെ ഭാഗമാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നാളെ ജയിക്കുന്ന ടീമിന് മുഴുവൻ പള്ളിയില് എല്ലാവർക്കും ഒരു കോഴീന്റെ ബിരിയാണി. അച്ഛനിപ്പോ അച്ഛന് ആ കൂടെ തരാനുള്ള പൈസ തരൂല്ല. ഇതുകൂടെ പറഞ്ഞു എടാ എന്തോ നീ റഫറിയാ, നീ നുണയും പറയാൻ പാടില്ല. ഇവിടെ ഇവരെ അപ്പൊ പാടാൻ പോവാണ്. ടിജു ആണ് ഇന്നത്തെ റഫറി കേട്ടോ. നീ നന്നായി കേൾക്കണം. ഈ സൈഡാണോ ഈ സൈഡാണോ പാടില്ല. ക്യാമറ നിങ്ങൾ തുടങ്ങും. ഫിനാലെ മക്കളെ ഉറക്കെ പാടിട്ടോ. ഈ കോഴി ബിരിയാണി അമ്മ ഉമ്മ റെഡിയല്ലേ? നമ്മള് അവിടെ റെഡിയാണോ? ഉറക്കെ പാടിക്കോ. 1 2 3 4. പാവ എന്തോ ഒരു അലറി അമർത്തി തിമിർത്തത് അണ്ണനൊരു പിങ്ക് ഷർട്ടുള്ള. ഞാൻ കണ്ടായിരുന്നുണ്ടോ? മുണ്ടൊക്കെ പൊക്കിയെടുത്താലും കുഴപ്പമില്ല, ഞാൻ കാണുന്നുണ്ടല്ലോ അവിടെ. വാ നമ്മൾ ആക്ച്വലി ടീച്ചോ നിനക്ക് എളുപ്പമാണോ പറയാൻ? ടീച്ചോ അപ്പൊ കൈ കാണിക്കാൻ പോവാണ്. ഈ വശമാണോ ഈ വശമാണോ എന്നുള്ളത്. അപ്പൊ എല്ലാവരും ടീച്ചോയുടെ ആ ഒരു ഫിനാലെ ജഡ്ജ്മെന്റിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. ടീച്ചോ പറയണ. നിഷ്പക്ഷമായിട്ട് പറയുന്നു ഈ സൈഡ് വേണം. ഇവിടെ അണ്ടാ പാവം ആ ടീച്ചോ അടക്കം വിഷമിച്ചിട്ടാണ് പറയുന്നത് ഈ സൈഡ് നന്നായി പാടിയില്ല. അത് എവിടുന്ന നീ പാടി? ഞാൻ നടന്നു പോയിട്ടുണ്ട്. നടന്നു പോകുന്നോ? കണ്ട നല്ല ഭക്തൻ ഭയഭക്തിയുള്ള ടീച്ചോനെ. എല്ലാവരും നിന്റെ മുടി കൊണ്ട് അത്ര ഭക്തി തോന്നില്ല കേട്ടോ. നമ്മുടെ യേശു ക്രിസ്തു എങ്ങനെയാ മുടി നീട്ടിയല്ല വളർത്തിയത്? ഈ താടി സൂപ്പറാന്ന് വെള്ളൂപ്രഭത്തിനെ വിളിച്ചോ ചോദിച്ചോ. താടി സൂപ്പറാ, പക്ഷെ നിന്റെ മണം അത്ര സൂപ്പറല്ല. അതേതാണ്? ഓക്കെ, എല്ലാവരും ടീച്ചറിനൊന്ന് കൈ ഓടിക്കുക. താങ്ക് യു ചക്കരെ, താങ്ക് യു. ടീച്ചറെ പറഞ്ഞേക്കട്ടെ. ഏതാ ഇവിടെ പറ്റില്ല ചക്കര. എല്ലാവരും നിന്റെ മാതിരി ഇരിക്കണുണ്ട് അവരൊക്കെ. നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവും. ഇവരോട് ചോദിച്ചിട്ട് പറഞ്ഞു അവരെ ഈ പാട്ടിനെ ഇവിടെ നിർത്തണോ? വേണ്ട 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 വേണ്ട. അതൊക്കെ ഇത് സെക്യൂരിറ്റി പ്രശ്നങ്ങളാണ്. നീ ഓടിക്കോ. താങ്ക് യു. എല്ലാവരും നന്ദി. നിനക്ക് ഞാൻ കോഴിയുടെ ബിരിയാണി നാളെ മേടിച്ചേരാം. നിനക്കും മേടിച്ചേരാം. നിനക്കെന്നൊക്കെ പറയണ്ടല്ലേ ചേട്ടനത്. അപ്പൊ റെഡിയാണോ? സത്യം പറയാനോ? നിങ്ങൾ നന്നായി പാടി. നിങ്ങൾ അത്യാവശ്യം നന്നായി പാടി. നിങ്ങൾ കുറച്ചുകൂടി വിഷയമായിട്ട് പാടിക്കൂടാ? അമ്മേ ഇതാ അമ്മമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതായത് കടല പോകുന്ന പയ്യൻ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അവനെ സത്യം പറഞ്ഞാൽ ഈ സ്റ്റേജിലൂടെയാണ്. അല്ലെ ഞാൻ സ്റ്റേജിലോട്ട് വിളിച്ചാനെ. എനിക്കിഷ്ടമാണ് നിലക്കടല. ദിബീഷ ചെന്നോട്ടോ. ഓക്കെ, അപ്പൊ റെഡിയാണോ? കോർസ് പാടാൻ റെഡിയാണോ? നിങ്ങൾ നന്നായി പാടി. ഒരുമിച്ച് പാടാൻ റെഡിയാണോ?
1, 2, 3, 4. പക്ഷെ ആ ചേട്ടാ ശരീരം ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വരുമ്പോൾ ഇങ്ങനെ കഴിക്കാം. അല്ല ഒക്കെ മതി മറന്ന് മുണ്ടുപോലും മുണ്ട് മറക്കരുത്. ഓക്കെ പോട്ടെ, ഇല്ലെങ്കിലും ഡെർവിൻ സഹായിക്കട്ടെ. പാടിക്ക മക്കളെ. കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാം. അറിയോ പാട്ട്? അവ പാട്ട് വെറുതെ നിങ്ങൾ കേട്ടാ പോരാ, കൂടെ പാടുവോ? കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാം. ഒന്നുകൂടെ. കാന്താ ഒന്ന് ചൂടായി തോന്നുന്നില്ല. ഒരു പാട്ട് കൂടി എനിക്ക് പാടാൻ അറിയാം, അതുകൂടി പാടിയാലോ? കുട്ടനാടൻ കുഞ്ചയിലേ കൊച്ചു പെണ്ണെ കുയിലാളെ എത്തിത്താരാതോ ഒത്തു വേണം കുഴൽ വേണം കൂരവ വേണം
എടുക്കാൻ പോകാം. നമുക്ക് രണ്ട് മത്സരം നടത്തിയാലോ? ഇടത്തെ സൈഡാണോ വലത്തെ സൈഡാണോ വിജയിക്കാൻ പോകണം? റെഡി ആണോ? ആ ഞാൻ നിങ്ങൾ തുടങ്ങി. നമ്മൾ വരാ മക്കളെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു പാട്ടുണ്ട്. നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെയൊക്കെ സ്വന്തം ഇന്ത്യയുടെ ഒരു അഭിമാനമായ, ഞാൻ കുറെ അദ്ദേഹത്തോട് വർക്ക് ചെയ്തിട്ടുണ്ട്, സാക്ഷാൽ AR റഹ്മാന്റെ ഒരു പാട്ട് പഠിച്ചാലോ? 1, 2, 1. എൻ്റെ സ്വന്തം ഏകപുത്രനാണത്. ഇന്ന് പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നാണ് ആള്. ഷോൺ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ. ഷോണിന് പാല ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ 2-3 സുഹൃത്തുക്കളുണ്ട് ഷോണിന്, അവരൊക്കെ കാണാൻ വേണ്ടി വന്നത്. ഇന്നലെ വന്നാണ് പാർട്ടി, ഇന്ന് പോകും. താങ്ക് യു ഷോൺ ഫോർ കമ്മിങ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഷോണിന്റെ സോളോ വായിക്കും അല്ലേ? താങ്ക് യു പറ. ഷോണിന്റെ കൂടെ ഷോണിന്റെ അമ്മയുണ്ട്, അവർ പുറകിലിരിക്കുകയാണ്. അപ്പോ പ്രവിധാനോ ഞങ്ങൾ 10 മണി വരെയുള്ളത് കണ്ട് നമുക്ക് പോലീസുകാരുടെ ഒന്നും തെറ്റാൻ പാടില്ല. നിയമത്തിന്റെ രീതിയിൽ തന്നെ പോകണം. എത്ര മണി വരെ പറഞ്ഞിരിക്കണേ? 10 വരെ. 10 മിനിറ്റ് ഉള്ളൂ. അപ്പൊ റെഡി? ചാടാൻ റെഡിയാണോ? ഞങ്ങൾക്ക് 10 മിനിറ്റ് ഉള്ളൂ. നിങ്ങൾ ഇവിടെ സിനിമ വേണ്ടേ? അത് എണീക്കണ ചക്കര, എണീക്കണ, എല്ലാവരും എണീച്ച. ലെറ്റ്സ് ഗോ. എല്ലാവരും പോയാലോ? മടിയാലോ?
ഈ സമയത്ത് നിന്റെ കാര്യം നോക്കാൻ സമയമില്ല ചക്കര. എടുത്തോ, വാ ലെറ്റ്സ് ഗോ. എല്ലാരും ഇടിച്ച മക്കളാ, എല്ലാരും ഇടിച്ച. ആ ഇനി 2 പാട്ടുകളോ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോ എല്ലാവരും ഉത്തരം പറയണം. എടാ തോമസ് കുട്ടി